നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്കറിയോ, ഇപ്പൊ ഞാൻ ഈ അവസ്ഥയിലിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ഇവളാ. അച്ഛനോട് ചെയ്ത ദ്രോഹത്തിനെങ്കിലും എനിക്ക് മാപ്പ് തരണം. എന്താ വലിയ തിങ്കിങ് മൂഡിലാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല. നീ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം. ആകെ കൺഫ്യൂസ്ഡ് ആണല്ലേ? സത്യം പറഞ്ഞ ഞാനും നിന്റെ അതേ പ്രശ്നത്തിലാണ്. ശിവാനിയുടെ പ്രവൃത്തികളൊക്കെ സത്യമാണോ അതോ അഭിനയമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അത് തന്നെയാണ് ഗൗതം ഞാനും ആലോചിക്കുന്നത്. ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകളാ നമ്മള്. ആത്മഹത്യാ നാടകം കളിച്ച് ശരിക്കും അവള് നമ്മളെ പറ്റിച്ചു. അങ്ങനെ ഒരു ഊരാക്കുടുക്കിൽ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചത് ശിവാനി ഒറ്റ ഒരുത്തിയായിരുന്നു. എന്നിട്ടും അവൾക്ക് വേണ്ടി ഈശ്വരമംഗലത്ത് നമുക്ക് വാദിക്കേണ്ടി വന്നു. അത് ശിവാനിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ. നമ്മളൊരു കുടുക്കിൽ പെട്ടുപോയി. അവള് പോലീസിൽ നിനക്കെതിരെ മൊഴി കൊടുക്കരുത്, വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ആലോചിച്ചു, അത്രേ ഉള്ളൂ. അവിടെയാണ് എന്റെ കൺഫ്യൂഷൻ. എന്തുകൊണ്ടായിരിക്കും ശിവാനി എനിക്കെതിരെ മൊഴി കൊടുക്കാതിരുന്നത്? ഒരുപക്ഷെ അവള് മരണം മുഖാമുഖം കണ്ടപ്പോഴെങ്കിലും മാനസാന്തരപ്പെട്ട് കാണുമോ? ഏയ്, അതിനൊരു സാധ്യതയില്ല. എങ്ങനെയെങ്കിലും ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു കയറാൻ ഒരു വഴി. അതിന് നിന്നെ പ്രീതിപ്പെടുത്താമെന്ന് കരുതി കാണും. ഗൗതം പറഞ്ഞത് ശരിയാ. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ഈശ്വരമംഗലത്തേക്ക് തിരികെ വരിക എന്നതായിരുന്നു അവളുടെ ഉദ്ദേശമെങ്കിൽ ഇപ്പോ ആ ഉദ്ദേശം നടക്കില്ല എന്നായല്ലോ. ശിവാനിയുടെ പഴയ സ്വഭാവം വെച്ച് നോക്കിയാ ഉദ്ദേശിച്ച കാര്യം പരാജയപ്പെട്ടാൽ അപ്പൊ അവളുടെ തനി നിറം പുറത്തു വരേണ്ടതല്ലേ? അതും ശരിയാണ്. ഈശ്വരമംഗലത്ത് അത്രയും എതിർപ്പുകൾ ഉണ്ടായപ്പോ ശിവാനി തന്നെയല്ലേ തിരിച്ചു പൊയ്ക്കോളാന്ന് പറഞ്ഞത്. ഒരുപക്ഷെ ഇനി ശിവാനിയുടെ മനസ്സ് മാറിക്കാണോ? ഏയ്, അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനൊന്നും പറ്റില്ല. എന്തിനും മടിക്കാത്തവളാവള്. എന്റെ വേറൊരു സംശയം, ആ കാർ ആക്സിഡന്റിലാണ് കൃത്യം നമ്മുടെ കാറിന് മുൻപിൽ തന്നെ അവൾ എങ്ങനെ വന്ന് ചാടി? അതില് എന്തെങ്കിലും പ്ലാനിങ് കാണുമോ? ഇനിയിപ്പോ അത് അവളുടെ പ്ലാനിങ് ആണെന്ന് തന്നെ വെച്ചോ. പക്ഷേ ജീവന് തന്നെ അപകടം വരുന്ന വിധത്തില് അവള് വന്ന് കാറിന്റെ മുമ്പിൽ വീണു തരുമോ? സത്യം പറഞ്ഞ ശിവാനിയുടെ ക്യാരക്ടർ അങ്ങോട്ട് പിടികിട്ടുന്നേയില്ല. അവള് നന്നായ അവൾക്ക് കൊള്ളാം, അല്ലാതെ എന്തു പറയാനാ? ഇനിയെങ്കിലും അവളൊന്ന് മാറിയാ മതിയായിരുന്നു. അമ്മാവന്റെ വിഷമം എനിക്ക് ഇനിയും കാണാൻ വയ്യ. നിനക്കെന്താടി ഭ്രാന്ത് പിടിച്ചോ? പറയുമ്പോ ദേഷ്യം തോന്നിട്ട് കാര്യമൊന്നുമില്ല. നിധിയുടെ ഫോട്ടോ എടുത്ത് വെച്ച് അതിൽ കത്തിയെടുത്ത് കുത്തിയിറക്കി ആസ്വദിക്കാനേ നിനക്ക് യോഗമുള്ളൂ. അല്ലാതെ നേർക്ക് നേർ ചെന്നാലേ അവളുടെ നിഴല് പോലും തൊടാൻ നിനക്കാവില്ല. അതമ്മയൊക്കെ നന്നായിട്ട് എനിക്കിപ്പോ ബോധ്യായി. ഇക്കാലം അത്രയും ശിവാനി കളിച്ചത് മുഴുവൻ നാടകമായിരുന്നു. അനുകമ്പ പ്രകടിപ്പിച്ച പോലും അത് അഭിനയമാണെന്നും ആത്മഹത്യ ചെയ്യാൻ വിഷം കുടിച്ച അത് വെറും പ്രകടനമാണെന്നും എല്ലാവർക്കും ബോധ്യപ്പെട്ടിരുന്നു. ഇനി ശിവാനി ഒന്ന് കളം മാറ്റി ചവിട്ട. നീ ഇനി എന്തൊക്കെ കളം മാറ്റി ചവിട്ടിയാലും നിന്റെ ഉള്ളിലിരിപ്പ് നിധിയോടുള്ള ശത്രുതയാണെന്ന് അവക്ക് നന്നായിട്ടറിയാം. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് മോളെ.
നിധിക്കറിയാവുന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ അമ്മയ്ക്ക് പറഞ്ഞുതരാം. അവളെ അകത്താക്കാൻ കിട്ടുന്ന ഒരവസരം പോലും ഞാൻ പാഴാക്കില്ലെന്നുള്ള സത്യം. പക്ഷേ ഇന്ന് ഞാൻ നിധിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. കയ്യിൽ കിട്ടിയ ഒരവസരം അവൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത് കളഞ്ഞു കുളിച്ചു. നിധിയെ രക്ഷപ്പെടുത്തി. നീ മരത്തിൽ കാണുമ്പോഴേ മാനത്ത് കാണുന്നവളാ നിധി. ഈശ്വരമംഗലത്തുള്ളവരൊക്കെ ബുദ്ധിയില്ലാത്തവരാണെന്ന് കരുതിയിരിക്കുന്ന നീയാ യഥാർത്ഥ ബുദ്ധിയില്ലാത്തവൾ. ഇനിയും നല്ലവളായിട്ട് അഭിനയിച്ച് ഈശ്വരമംഗലത്തേക്ക് കടന്നു കയറാമെന്ന് എന്തെങ്കിലും ഒരു മോഹം നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് ശിവാനി. കുടിച്ച വെള്ളത്തിൽ അവര് നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. പണ്ട് നിന്നെ ഞാൻ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. പകപോക്കല് വേണ്ടാന്ന്, നയത്തിൽ ഈശ്വരമംഗലത്ത് കയറി പറ്റണമെന്ന്. ആ ഞാൻ തന്നെയാ ഇപ്പൊ പറയുന്നത്. പ്രണവിനൊപ്പം നിനക്കൊരു ജീവിതം വേണമെങ്കിൽ ഭീഷണിയല്ലാതെ വേറെ വഴിയില്ല മോളെ. ഒരു ഭീഷണിയുടെ ആവശ്യവും ഇനി എനിക്കില്ല. നിധി വരും. ഞാൻ തെളിക്കുന്ന എന്റെ വഴിയിലേക്ക് നിധി വരും എന്ന ആത്മവിശ്വാസം ഉണ്ട് എനിക്ക്. ഇനി കൂടുതലൊന്നും ഞാൻ നിന്നോട് പറയുന്നില്ല. നമുക്കൊരു കായ വേണമെങ്കിലേ മരത്തിന്റെ ചുവട്ടിൽ ചെന്ന് നിന്ന് യാചിച്ചിട്ട് യാതൊരു കാര്യമില്ല. എറിഞ്ഞിടുക തന്നെ വേണം. ആലോചിച്ച് തീരുമാനിക്ക് എന്ത് വേണോന്ന്. ആഹാ, എന്റെ ജോലിയൊക്കെ മേഡം ഏറ്റെടുത്ത് തുടങ്ങിയോ? ലാപ്ടോപ്പിൽ എന്താ പരിപാടി? ഏയ് ഒന്നുമില്ല. അനാഥാലയം തുടങ്ങാനായി നമ്മൾ വാങ്ങിയ വീടിന്റെ റിനോവേറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ കാണുമായിരുന്നു ഞാൻ. അത് വാങ്ങാൻ കാണിച്ച ആവേശമൊന്നും ഓർഫനേജ് തുടങ്ങുന്ന കാര്യത്തിലുണ്ടായില്ല. സത്യം പറഞ്ഞാൽ ആ ആഗ്രഹം പോലും ഗൗതം ഇപ്പൊ മറന്നതുപോലെയായില്ലേ? ഞാൻ പറഞ്ഞാ നീ വിശ്വസിക്കുമെന്നറിയില്ല. ഇതേ കാര്യമാണ് ഞാനിപ്പോ കുളിച്ചോണ്ടിരുന്നപ്പോ ആലോചിച്ചത്. സത്യമാണോ? അതേ സത്യം. ശിവാനിയുടെ ജീവിതം, പ്രണവിന്റെ ജീവിതം, അങ്കിളിന്റെ ജീവിതം, അങ്ങനെ തുടങ്ങി ഓരോന്നിനെ ഇറങ്ങി പുറപ്പെട്ടിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു. അല്ലേ നിധി? ഒന്ന് ആലോചിച്ച് നോക്കി. മറ്റുള്ളവരുടെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. അവരെക്കുറിച്ച് പലതും ആലോചിക്കാറുണ്ട്. പലതും അവർക്ക് വേണ്ടി ചെയ്യുന്നു. പക്ഷേ നമ്മുടേത് മാത്രമായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യാറുണ്ടോ? നമ്മുടെ ജീവിതവും നമ്മുടെ സന്തോഷവും എല്ലാം നമ്മൾ മറന്നു. ഇടയ്ക്ക് ഓരോന്ന് പ്ലാൻ ചെയ്യും. പക്ഷെ പാതി വഴിയിൽ അത് മുടങ്ങും.